ഒരു പിണ്ണാക്കിനും കൊള്ളാത്തവരാണല്ലോ രാജീവ് ഗാന്ധിയുടെ മക്കൾ. ഇത്രയും വിവരക്കേട് എങ്ങനെ പറയാൻ സാധിക്കുന്നു എന്നത് ഓർത്തു പോകുമ്പോൾ തന്നെ വിഷമം വരികയാണ്. രാജീവ് ഗാന്ധി ആണെങ്കിൽ വ്യവസായികളെയും നിക്ഷേപകരെയും വളരെയധികം പിന്തുണച്ച ഒരു പ്രധാനമന്ത്രിയായിരുന്നു. ഇന്ത്യയെ ഒരു ടെക്നോളജി കേന്ദ്രമാക്കുക എന്നത് അദ്ദേഹത്തിന്റെ ഒരു ലക്ഷ്യമായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. അതിലേക്ക് വരുന്നതിന് മുൻപ് ഏറെ കൊട്ടിഘോഷിച്ച പ്രിയങ്ക വാദ്രയുടെ പാർലമെന്റിലെ ആദ്യ പ്രസംഗം ഒന്ന് പരിശോധിച്ച് നോക്കാം. ആ പ്രസംഗം കഴിഞ്ഞത് മുതൽ ഇന്ത്യയിലെ എല്ലാ ട്രോളുകളിലും കാർട്ടൂണുകളിലും പ്രിയങ്ക തന്നെയാണ് താരം. രാഹുൽ ഗാന്ധിയെ വെല്ലുന്ന പ്രകടനം തന്നെയാണ് പ്രിയങ്ക കാഴ്ചവെച്ചത്. എന്നതുകൊണ്ട് തന്നെ BJP വളരെയധികം ഹാപ്പിയുമാണ്. ഹിമാചൽ പ്രദേശ് ഭരിക്കുന്നത് കോൺഗ്രസ് ആണെന്ന് പോലും അറിയാതെ ഹിമാചൽ പ്രദേശ് സർക്കാരിനെതിരെ പ്രിയങ്ക പാർലമെന്റിൽ ആഞ്ഞടിക്കുകയായിരുന്നു. ബോബന്റെയും മോളിയുടെയും വിവരക്കേടുകളും കോമാളിത്തരങ്ങളും മാറ്റിവെച്ചാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. രണ്ടുപേർക്കും ഇന്ത്യൻ രാഷ്ട്രീയത്തിനെ പറ്റി ഒരു കുന്തവും അറിയില്ല. ഇന്ത്യയെക്കുറിച്ച് ഒരു ധാരണയുമില്ല. ആരൊക്കെയോ എഴുതി കൊടുത്തത് കാണാതെ പഠിച്ചെന്ന് പറയുന്നു. പ്രിയങ്കയുടെ പ്രസംഗം നോക്കിയാൽ മനസ്സിലാകും അത് അംബാനി അദാനി, അദാനി അംബാനി, അംബാനി അദാനി, ഇതല്ലാണ്ട് വേറെ ഒന്നുമേ പറയാനില്ല. ഇടയ്ക്കിടയ്ക്ക് RSS എന്നും പറയും, ഇന്ത്യൻ ഭരണഘടന എന്നും പറയും. അത് നമുക്ക് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇതുവരെ ഇന്ത്യൻ ഭരണഘടനയിൽ 106 ഭേദഗതികളാണ് വരുത്തിയിട്ടുള്ളത്. അതിൽ 80 ചെയ്തത് കോൺഗ്രസ് ഭരണകാലഘട്ടത്തിലാണ്. BJP ഭരണത്തിൽ നടത്തിയ ഭരണഘടനാ ഭേദഗതികൾ ആകെ 22 അതിൽ 8 മോദി സർക്കാരും 14 വാജ്പേയി സർക്കാരുമാണ് ചെയ്തിരുന്നത്. മോദി ഇതുവരെ നടത്തിയ ഭരണഘടനാ ഭേദഗതികൾ ഏതൊക്കെയാണ് എന്ന് പരിശോധിച്ച് നോക്കാം. ജഡ്ജിമാർ തന്നെ നിയമിക്കുന്ന 1990 മുതലുള്ള രീതി മാറ്റി പഴയ രീതിയിലേക്ക് പോകാനുള്ള നിയമം, GST ബില്ല്, നാഷണൽ കമ്മീഷൻ ഫോർ ദ ബാക്ക്വേർഡ് ക്ലാസസിന് ഭരണഘടനാ പദവി നൽകുന്ന നിയമം, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സംവരണം നൽകുന്ന നിയമം, ഫിനാൻസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ഭേദഗതി, പട്ടികജാതി പട്ടികവർഗ സംവരണം 10 വർഷത്തേക്ക് കൂടി നീട്ടാനുള്ള ഭേദഗതി, സംസ്ഥാനങ്ങൾക്ക് OBC ലിസ്റ്റ് തീരുമാനിക്കാൻ അനുവദിക്കുന്ന ഭേദഗതി, വനിതാ ബില്ല്. ഇത്രയുമാണ് മോദി സർക്കാർ കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് നടത്തിയ ഭരണഘടനാ ഭേദഗതി. അതിൽ തന്നെ ജഡ്ജിമാർ തന്നെ നിയമിച്ചോളാം എന്ന് പറയുന്ന കൊളീജിയം സംവിധാനം അവസാനിപ്പിക്കാനുള്ള നിയമം സുപ്രീം കോടതി തള്ളുകയായിരുന്നു. എന്നിട്ടാണ് നരേന്ദ്രമോദി ഏകാധിപതിയാണ്, ഭരണഘടനയെ ഇല്ലാതാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വന്തം കസേര സംരക്ഷിക്കാൻ 39ാം ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്ന മഹദിയുടെ കൊച്ചുമക്കളാണ് ഞങ്ങൾ ഭരണഘടനയുടെ കാവൽക്കാരാണ് എന്നൊക്കെ പറഞ്ഞ് കോമാളികളായിക്കൊണ്ടിരിക്കുന്നത്. പ്രിയങ്കയുടെ ബാക്കി പ്രസംഗം പരിശോധിക്കുകയാണെങ്കിൽ ഹിമാചൽ പ്രദേശിൽ കർഷകർ കരയുന്നു എന്നൊക്കെയാണ് പ്രിയങ്ക കടന്ന് തള്ളിയിരുന്നത്. ഹിമാചൽ പ്രദേശ് ഭരിക്കുന്നത് സ്വന്തം പാർട്ടിയായ കോൺഗ്രസ് ആണെന്നും കാർഷിക വിഷയം സംസ്ഥാന സർക്കാരിന്റെ പരിധിയിൽ വരുന്ന കാര്യമാണെന്നും പ്രിയങ്ക വാദ്രയ്ക്ക് അറിയാതെ പോവുകയായിരുന്നു. പിന്നെ മുഴുവൻ ഇന്ത്യയിലെ വ്യവസായികളെയും തെറി പറയുകയായിരുന്നു. വ്യവസായികൾ വെൽത്ത് ക്രിയേറ്റേഴ്സ് ആണ്. അവരാണ് രാജ്യത്തിന് ഏറ്റവും കൂടുതൽ നികുതി നൽകുന്നതും തൊഴിലുകൾ സൃഷ്ടിക്കുന്നതും. തൊഴിൽ സൃഷ്ടിക്കുന്നത് ഒരിക്കലും സർക്കാരുകളല്ല, മറിച്ച് സർക്കാർ വ്യക്തികളും സ്വകാര്യ സ്ഥാപനങ്ങളുമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകുന്ന സ്ഥാപനങ്ങളും നികുതി നൽകുന്ന സ്ഥാപനങ്ങളും എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ 10 7 സ്വകാര്യ സ്ഥാപനങ്ങൾ തന്നെയായിരിക്കും. ഇന്ത്യയുടെ കാര്യം മാത്രമല്ല ഇത് പറയുന്നത്, ഏത് വികസിത രാജ്യം എടുത്തു നോക്കിയാലും ആ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ നികുതി നൽകുന്നതും തൊഴിൽ സൃഷ്ടിക്കുന്നതും എല്ലാം സ്വകാര്യ വ്യക്തികൾ തന്നെയായിരിക്കും, അല്ലെങ്കിൽ സ്വകാര്യ സ്ഥാപനങ്ങളായിരിക്കും. ബിവറേജ് കോർപ്പറേഷൻ പോലും ലാഭത്തിൽ കൊണ്ടു നടക്കാൻ പറ്റാത്ത സർക്കാർ സംവിധാനങ്ങളെ നമ്മൾ ഇവിടെ കാണാറുണ്ട്. സർക്കാരിന്റെ ജോലി എന്നത് മികച്ച അടിസ്ഥാന സൗകര്യ വികസനം, ഒരിക്കലും ക്രമസമാധാനവും ഒക്കെയാണ്. അല്ലാതെ സ്ഥാപനങ്ങൾ നടത്തി ജനങ്ങളുടെ നികുതി പണം തിന്നു തീർക്കുന്ന കുറെ വെള്ളാനകളെ സൃഷ്ടിക്കുന്നത് ഒരിക്കലുമല്ല. ഇതൊന്നും മനസ്സിലാക്കാതെ വ്യവസായികളെല്ലാം ചൂഷകരായും രാജ്യത്തിന്റെ സമ്പത്ത് കൊള്ളയടിക്കുന്നവരായും ഒക്കെ ചിത്രീകരിക്കുന്നത് വിവരക്കേടാണ്. കോൺഗ്രസിന്റെ നശിച്ച ഈ സോഷ്യലിസ്റ്റ് സാമ്പത്തിക നയം കാരണം 1990കളിൽ പാപ്പരായ സംഭവമൊന്നും പലർക്കും അറിയില്ല. അതായത് പുതിയ തലമുറയ്ക്ക് ഒന്നും അറിയില്ല. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ പണയം വെച്ച സ്വർണം ഇപ്പോഴാണ് ഇന്ത്യ തിരിച്ച് ഭാരതത്തിലേക്ക് കൊണ്ടുവന്നത്. ഇന്ത്യയിൽ ക്രോണി ക്യാപിറ്റലിസം അല്ല ഉള്ളത്. ഏത് നാച്ചുറൽ റിസോഴ്സ് ആണെങ്കിലും പദ്ധതികളാണെങ്കിലും ലേലം ചെയ്താണ് കൊടുക്കുന്നത്. വ്യവസായികളെ ശത്രുപക്ഷത്ത് നിർത്തിയാൽ നഷ്ടം ഭാരതത്തിന് മാത്രമായിരിക്കും, അല്ലെങ്കിൽ ആ രാജ്യത്തിന് മാത്രമായിരിക്കും. ഇനിയിപ്പോൾ കോൺഗ്രസ് അധികാരത്തിൽ വന്നാലും ഇവിടെ തൊഴിൽ കൊടുക്കാനും നികുതി അടയ്ക്കാനും പോകുന്നതും ഇതേ വ്യവസായികൾ തന്നെയാണ്. അവരെ തെറി വിളിച്ചും ആക്ഷേപിച്ചും ആ സ്ഥാപനങ്ങൾ പൂട്ടിക്കാൻ എളുപ്പമാണ്, കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യുന്നത് പോലെ. പക്ഷെ അതിന് പകരം തൊഴിൽ സൃഷ്ടിക്കാനും നികുതി വരുമാനം കണ്ടെത്താനും ഈ ബോബനും മോളിക്കും കഴിയുമോ? BJP സർക്കാർ ബിസിനസ് ഫ്രണ്ട്ലി ആണ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് തന്നെയാണ് കേരളത്തിൽ നിന്നുള്ള യൂസഫ് അലിയും മലബാർ ഗോൾഡ് ഗ്രൂപ്പും ഒക്കെ. ലുലു ഗ്രൂപ്പ് 2014 ശേഷം ഇന്ത്യയിൽ എത്ര വളർന്നു എന്ന് തന്നെ ഒന്ന് പരിശോധിച്ചാൽ അത് മനസ്സിലാകും. അവരുടെ ഏറ്റവും വലിയ മാൾ ഇപ്പോൾ ഉള്ളത് ഉത്തർപ്രദേശിലാണ്. മലബാർ ഗോൾഡ് ഗ്രൂപ്പ് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വർണ്ണ വ്യാപാര ഗ്രൂപ്പാണ്. കഴിഞ്ഞ 10 വർഷത്തെ അവരുടെ വളർച്ച അത്ഭുതപ്പെടുത്തുന്നതും തന്നെയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ജ്വല്ലറി ബ്രാൻഡ് മലബാർ ആണെന്നത് എത്ര പേർക്ക് അറിയാവുന്ന കാര്യമാണ്.
കേരളത്തിന് പുറത്ത് കേന്ദ്ര മന്ത്രിമാരാണ് ആ ഗ്രൂപ്പിന് ഒട്ടുമിക്ക പരിപാടികൾക്കും പങ്കെടുക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ മികച്ച പിന്തുണയാണ് ആ ഗ്രൂപ്പിന് ലഭിക്കുന്നത്. ജാതി, മതം, സംസ്ഥാനം ഇതൊന്നും നോക്കാതെയാണ് എല്ലാ വ്യവസായങ്ങളെയും BJP സർക്കാർ പിന്തുണയ്ക്കുന്നത്. അത് വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ നയമാണ് യഥാർത്ഥത്തിൽ. ഇനി ഏറ്റവും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, കോൺഗ്രസ് മുന്നണിയിലെ ഏതൊക്കെ കക്ഷികൾ ഈ അംബാനി, അദാനി, മോങ്ങലിന്, ബോബനും മോളിക്കും ഒപ്പം നിൽക്കുന്നു എന്നതാണ്. ഒരു വിവരമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരിക്കലും നിൽക്കില്ല. അമേരിക്കയും കുത്തക കമ്പനികളെയും ഇപ്പോൾ തകർക്കും എന്ന് പറഞ്ഞ് നിൽക്കുന്ന CPM പോലും ഒരിക്കലും നിൽക്കില്ല. കാരണം എന്താണ്? വിഴിഞ്ഞം പദ്ധതി. അതുപോലെ ഓരോ സംസ്ഥാനങ്ങളിലും വിവിധ പദ്ധതികൾ നടക്കുന്നുണ്ട്. വ്യവസായികളെ തകർത്ത് ആ പദ്ധതികൾ ഇല്ലാതായാൽ നഷ്ടം വരുന്നത് രാഷ്ട്രീയ പാർട്ടികൾക്കും സംസ്ഥാന സർക്കാരുകൾക്കും തന്നെയാണ്. സംസ്ഥാനങ്ങളിൽ നടക്കുന്ന പദ്ധതികൾ പൂർത്തിയാകുമ്പോൾ അത് രാജ്യത്തിന്റെ നേട്ടം കൂടിയാണെന്നുള്ള ബോധം പിണറായിക്ക് വരെയുണ്ട്. എന്നിട്ടും ബോബനും മോളിക്കും അതില്ല. പ്രിയങ്ക രാഹുലിനെ കടത്തിവെട്ടും എന്ന് ഉറപ്പായതോടെ BJP വളരെയധികം സന്തോഷത്തിൽ തന്നെയാണ്. BJP പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള പാർലമെന്റിൽ ഉന്നയിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയങ്ങളിൽ ഇപ്പോൾ ചർച്ച പോലും നടക്കുന്നില്ല. പ്രതിപക്ഷം ആഗ്രഹിച്ചാൽ രാവിലെ സഭ തുടങ്ങുമ്പോഴേ ബോബനും മോളിയും അംബാനി, അദാനി എന്ന് പറഞ്ഞ് കൂവാൻ തുടങ്ങും. അതോടെ ബഹളമായി ഇറങ്ങി പോകലായി. BJP ആകട്ടെ പ്രധാനപ്പെട്ട ബില്ലുകളെല്ലാം ഈ ബഹളത്തിനിടയിൽ പാസ്സാക്കി എടുക്കുകയും ചെയ്യുന്നുണ്ട്. ബാങ്കിംഗ് ബില്ല്, റെയിൽവേ ബില്ല് ഒക്കെ വളരെ എളുപ്പത്തിലാണ് BJPയുടെ ആഗ്രഹം അനുസരിച്ച് പാസ്സാക്കിയെടുത്തത്. BJPയുടെ അനുഗ്രഹം തന്നെയാണ് പ്രിയങ്കയുടെ ഈ വരവ് ഇന്ത്യൻ പാർലമെന്റിലേക്കുള്ളത്. സൊറോസ് അങ്കിളും ബോബൻ മോളിക്ക് ആകെ നൽകിയിരിക്കുന്ന ഒരേ ഒരു നിർദ്ദേശം അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുക എന്നത് മാത്രമാണ് എന്ന് തോന്നിപ്പോകുന്നു.